ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സോറി കുറേ നാളായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോസ് ഫോട്ടോഷോപ്പ് ഉപയോഗിക്കുന്നവർക്കോ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ഉള്ളവർക്കോ അല്ല, പുതുതായിട്ട് ഉപയോഗിക്കുന്ന ഫോട്ടോഷോപ്പ് പഠിക്കണമെന്ന ആഗ്രഹമുള്ള ബിഗിനേഴ്സ് ആയിട്ടുള്ള വളരെയധികം ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം ടാർഗറ്റ് ചെയ്താണ് ഞാൻ ഈ ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ കുറച്ചെങ്കിലും അറിയുന്നവർക്ക് ചിലപ്പോൾ ഇത് ബോറിംഗ് ആയിട്ട് തോന്നാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവുക. നിങ്ങൾക്കുള്ള അഡ്വാൻസ് ട്യൂട്ടോറിയലൊക്കെ വേറെ ഒരുപാട് കിട്ടും നിങ്ങൾക്ക് യൂട്യൂബിൽ. നമ്മൾ ക്യാമറ റോ ഫിൽറ്ററാണ് നമ്മളിവിടെ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. മുമ്പ് എനിക്ക് തോന്നുന്ന വീഡിയോ അതിന് പറഞ്ഞിട്ടുണ്ട്, അതിനെപ്പറ്റി ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ക്യാമറ റോ മാത്രം ഇന്ന് വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാം. ഓക്കെ, അതിനായിട്ട് ഇവിടെ ഫിൽറ്റർ എന്നുള്ള ഓപ്ഷൻ, ഞാൻ ഇവിടെ ഒരു ഫോട്ടോ ലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതിവിടെ കിടക്കട്ടെ. ഇതിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഫിൽറ്ററിലേക്ക് പോവുക. ഫിൽറ്ററിൽ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ക്യാമറ റോ ഫിൽറ്റർ, അല്ലെങ്കിൽ Shift+Ctrl+A പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ക്യാമറ റോ ഫിൽറ്റർ ഓപ്പൺ ആവുന്നതായിരിക്കും. ഓക്കെ, നമുക്കിവിടെ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇനി ചെയ്യേണ്ടത്, നമുക്കിപ്പോൾ എന്താണ് ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോയിലെ ഗ്രീൻ നോർമൽ ഗ്രീനാണ്, ഒറിജിനൽ ഗ്രീനാണ്. നമ്മൾ ഫോട്ടോ എടുത്ത ആൾ എങ്ങനെയാണോ കെൽവിൻ എല്ലാം സെറ്റ് ചെയ്തിരുന്നത്, അതിൻ്റെ ലൈറ്റിംഗ് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്തിരുന്നത്, അതിനെ ബേസ് ചെയ്താണ് ഈ ഒരു ഫോട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊരു ഗ്രേഡ് ചെയ്ത് ഇതിൻ്റെ ഗ്രീനൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഗ്രേഡിങ് നമ്മൾ പുറത്തുനിന്ന് നമുക്ക് ഒരുപാട് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് പറഞ്ഞുതരാം. ഞാനും ഒരെണ്ണം ഗ്രേഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് തരാം. അപ്പോൾ അതിൽ അങ്ങനെ നമ്മൾ ഗ്രേഡിങ് വെളിയിൽ നിന്ന് കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച കണക്ക് ഫോട്ടോ റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് തന്നെ ചെയ്യാം, പുറത്തുനിന്ന് പോകേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അതിനായിട്ട് ക്യാമറ റോ എടുത്തിട്ട് നമ്മൾ ഇവിടെ ഇത്രയും ഭാഗത്ത് ഇങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ ഫോട്ടോഷോപ്പിനനുസരിച്ച് ഇതിൻ്റെ അലൈൻമെൻറ്റിലും കുറച്ച് ഡിസൈനിലൊക്കെ വ്യത്യാസം കാണും ഈ ഒരു ലേഔട്ടിൽ. അല്ലാതെ വേറെ വ്യത്യാസങ്ങളൊന്നും വരത്തില്ല. നിങ്ങൾ കണ്ടുപിടിക്കുക. കളർ മിക്സർ എന്നൊരു ഓപ്ഷൻ കാണാം. നിങ്ങളിൽ ചിലപ്പോൾ പഴയ വെർഷനൊക്കെ ആണെങ്കിൽ HSL എന്നൊക്കെ പറഞ്ഞിട്ട് ഹ്യൂ സാച്ചുറേഷൻ ലൂമിനൻസ് എന്ന് പറഞ്ഞിട്ട് HSL എന്നൊക്കെ പറഞ്ഞൊരു ഓപ്ഷൻ കാണും. നിങ്ങൾ നോക്കിക്കോളുക. ഇപ്പോൾ ഒരുവിധപ്പെട്ടവരിലൊക്കെ പുതിയ ഫോട്ടോഷോപ്പ് കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എനിവേ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ കളർ മിക്സർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഹ്യൂ സാച്ചുറേഷൻ ലൂമിനൻസ് ഇങ്ങനെ 3 എണ്ണം ഉണ്ട്. അതിന് തൊട്ട് ഇപ്പുറത്തായിട്ട് 4-മതായിട്ട് ഓൾ, എല്ലാം ഇവിടെ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പക്ഷേ ഞാൻ സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത്. നമുക്ക് എളുപ്പവും ഇത് തന്നെയാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് ഇതിൽ ഹ്യൂവിൽ നമുക്ക് ഏത് കളറാണോ മാറ്റേണ്ടത്, നമുക്കറിയാം ഗ്രീനാണ് നമുക്ക് മെയിനായിട്ട് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ബാക്കി സ്കൈയുടെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, അത് വരുന്ന വഴിക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഗ്രീൻ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഹ്യൂവിൽ നമുക്ക് എന്താണ് ഗ്രീനിൻ്റെ പ്രസക്തി എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഗ്രീൻ ഇവിടെ കാണാം, യെല്ലോ ഗ്രീൻ കണ്ടോ. ഈ ഗ്രീനിൻ്റെ ആ ഒരു ബാർ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു, പഴയ ഫോട്ടോഷോപ്പൊക്കെ ആണെങ്കിൽ ബാറിൻ്റെ ഡിസൈൻ ഒന്നും ഇങ്ങനെ ആയിരിക്കില്ല. നിങ്ങളതൊന്നും നോക്കേണ്ട കാര്യമില്ല, ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ജസ്റ്റ് ഇതിൻ്റെ ഗ്രീൻ എന്നുള്ള ബാർ ഇപ്പോൾ 0-ൽ കിടക്കുകയാണ്. നിങ്ങൾ ഈ ബാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചലിപ്പിച്ച് ജസ്റ്റ് ഒന്ന് ചുമ്മാ നോക്കുക, ചലിപ്പിച്ച് നോക്കിയേ. ഇത് തിരിച്ച് പിടിച്ചപ്പോൾ ആ ബാർ തന്നെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയായിരിക്കുമെന്ന്. യെല്ലോയിലോട്ട് കൺവേർട്ടായി വന്നിട്ടുണ്ട് കുറച്ച്. ഇത് കുറച്ചുകൂടി ഗ്രീൻ കയറി വരുന്നുണ്ട്. അപ്പം നമുക്ക് ഏതാണോ നോക്കുന്നത്, ഇതിപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ വെസ്റ്റേൺ, അതായത് ഇപ്പോൾ ഇങ്ങനെ പറയാം, ഇപ്പോൾ പുറത്തൊക്കെ വെളിരാജ്യത്തൊക്കെ കൂടുതലും എഡിറ്റിങ്ങുകളൊക്കെ കാണുന്നത് ഇതുപോലെ ഒരു ഓഫ് യെല്ലോ കണക്കത്തെ ഒരു സെറ്റപ്പിലാണ് ചെയ്യുന്നത്. ഒരു ഓറഞ്ച് കളറിൽ ഗ്രീൻ ഒരുപാട് അവർ പിടിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം ഏതാണ്? നമ്മുടെ ഇവിടെയൊക്കെ കൂടുതലും ഗ്രീനായിട്ടുള്ള മൂടി എഫക്റ്റിലാണ് കൂടുതലും എഡിറ്റിങ് കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ഗ്രീൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗ്രീനിലോട്ട് കുറച്ച് നമ്മളിവിടെ ഒരു 45-50 കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കണ്ടല്ലോ, 50 നമ്മൾ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. നമുക്കിവിടെ ആഫ്റ്റർ ബിഫോർ അവിടെ ഈ താഴെ ഞെക്കിയാൽ മതി. ഇതേ കണ്ടോ, ഇങ്ങനെയാണ് മുമ്പിരുന്നത്, നമ്മളിപ്പോൾ ഇങ്ങനെയാക്കി. ജസ്റ്റ് ഒരു ചെറിയൊരു ക്ലിക്ക് തന്നെ ഇത്രയും മാറ്റമെങ്കിലും വന്നു. കണ്ടല്ലോ, ഇത് നിങ്ങൾ ഏത് ഫോട്ടോ എടുത്താലും നിങ്ങൾക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഫോട്ടോയിലെ കളറിനനുസരിച്ച് ഈ ബാറിൽ ചെറിയ വ്യത്യാസം വരും. എല്ലാത്തിലും നിങ്ങൾ 15+ ഇതുപോലെ 50+ തന്നെ ഇടണമെന്നില്ല. ചിലപ്പോൾ 50-ന് താഴെ ആയിരിക്കാം, മുകളിലായിരിക്കാം. അത് നിങ്ങളുടെ ഫോട്ടോ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഇനി നമുക്ക്
അതിൽ തന്നെ ഇവിടെ ഈ യെല്ലോയിലും വർക്ക് ചെയ്യാനുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് സാച്ചുറേഷനിലോട്ട് പോവാം. നമ്മളിവിടെ ഓൾറെഡി ഗ്രീൻ നമ്മൾ ഹ്യൂവിൽ മാറ്റിയിട്ടുണ്ട്. ഇനി സാച്ചുറേഷനിൽ നമുക്ക് ഗ്രീനിൽ വല്ല പ്രസക്തി ഉണ്ടോ? നമുക്കിപ്പം ഹൈ ലെവലിൽ ഗ്രീൻ കാണണം എന്നാണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഒന്നും ചെയ്യേണ്ട. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഒരു നല്ലൊരു ഫീൽ കിട്ടും. കണ്ടോ ഇങ്ങനെ ഫുള്ള് കൂടുന്നതിന് ചിലവർക്ക് നല്ല ഹൈ ലെവലിൽ ബ്രൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ ആയിരിക്കും ഇഷ്ടം. ചിലവർക്ക് ഇതുപോലെ ഓഫ് അല്ലെങ്കിൽ ഒരു അണഞ്ഞ ഒരു പച്ച എന്നൊക്കെ പറയുന്ന പോലെ, ചാണക പച്ച എന്നൊക്കെ പറയുന്ന പോലെ അണഞ്ഞ് കിടക്കുന്ന ഒരു ലൈറ്റ്. ഓക്കെ, ഞാനിവിടെ ശകലം ഒന്ന് കുറച്ചിട്ടിട്ടുണ്ട്, ഗ്രീൻ ഒന്ന് ഡിമ്മാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി എന്താണ് ലൂമിനൻസ്? തൊട്ടടുത്തുള്ള ലൂമിനൻസ് നമുക്ക് ഇതിൻ്റെയൊക്കെ ലൈറ്റ് എങ്ങനെ കൂട്ടാം കുറയ്ക്കാം എന്നൊക്കെയാണ് ഇതിൽ നമുക്ക് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ ഗ്രീനിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഗ്രീൻ നമ്മൾ കട്ട് ചെയ്യും തോറും ഗ്രീൻ കളർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ അത് ഡാർക്കാവും, കുറച്ചുകൂടി ഇരുട്ടാവും. സിമ്പിളായിട്ട് പറഞ്ഞു തരണതാണ് കേട്ടോ ഈ ഇരുട്ടെന്നൊക്കെ. കണ്ടോ? അപ്പോൾ ഞാനിവിടെ കുറച്ചും കൂടി ഒന്ന് കുറച്ച് ഡാർക്കാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഹ്യൂവിലോട്ട് തിരിച്ചു വരാം. ഞാൻ ഹ്യൂവിൽ നേരത്തെ പറഞ്ഞിരുന്നു നമുക്കിവിടെ യെല്ലോയിൽ കുറച്ച് പണിയുണ്ടെന്ന്. നമ്മൾ ഗ്രീനുമായിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന രണ്ട് കളറൊക്കെ ഏതൊക്കെയാണ്? യെല്ലോ, ഈ ഓറഞ്ച്, അങ്ങനെയൊക്കെയുള്ള കളറുകളാണ് നമ്മൾ ഈ ഗ്രീനുമായിട്ട് ഏകദേശമൊക്കെ മാച്ച് ചെയ്ത് വരാൻ പോകുന്ന സാധനങ്ങൾ. ഓറഞ്ചിൽ നിന്നും യെല്ലോയിലേക്ക്, യെല്ലോയിൽ നിന്നും ഗ്രീനിലേക്ക്, അങ്ങനെയാണ് സാധാരണ അതിൻ്റെ ഒരു മെൽറ്റിങ്. അപ്പോൾ നമ്മൾ ഇവിടെ യെല്ലോയും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ യെല്ലോയിൽ നമ്മൾ ജസ്റ്റ് ലെഫ്റ്റിലോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഓറഞ്ച് ആഡായി കയറി വരുന്നുണ്ട്. നമ്മൾ തിരിച്ച് കട്ട് ചെയ്താലോ കണ്ടോ ഫുൾ ഓഫ് ഗ്രീൻ. യെല്ലോ എല്ലാം പോവുകയാണ്, യെല്ലോ മാഞ്ഞിട്ട് അവിടെ ഗ്രീൻ കയറി ഫില്ല് ചെയ്തു. ഇപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ഒരു ഇമേജായി. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് മാറ്റാം. നിങ്ങൾക്ക് ഓറഞ്ച് വേണമെങ്കിൽ ഓറഞ്ച് കയറ്റാം, യെല്ലോ വേണമെങ്കിൽ യെല്ലോ കയറ്റാം, എന്ത് വേണം നിങ്ങൾ ഇഷ്ടം ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ സാമ്പിൾ കാണിക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ലൈറ്റിംഗ് ഒക്കെ കുറച്ചുകൂടി നോക്കാം. ഇനി നമുക്ക് സ്കൈ നോക്കാം. സ്കൈ ആണ് മെയിനായിട്ട് ഇനി രണ്ടാമത് കാണാൻ നിൽക്കുന്നത്. അപ്പോൾ ഹ്യൂവിൽ സ്കൈ ഏത് കളറാണ്? ഇതൊരു ബ്ലൂ ആണെന്ന് അറിയാം. സ്കൈ ബ്ലൂ തന്നെയാണ് ഇവിടെ കിടക്കുന്നതും. ഇത് ലൈറ്റായിട്ടുള്ളൊരു സ്കൈ ബ്ലൂ. ഇവിടെ നമുക്കിവിടെ ബ്ലൂ ഉണ്ട്. ഈ ബ്ലൂവിൽ നമ്മൾ ലെഫ്റ്റിലോട്ട് കട്ട് ചെയ്ത് നോക്കി, കണ്ടോ? റൈറ്റിലോട്ട് കട്ട് ചെയ്തേ, അതിൻ്റെ കളർ ഇങ്ങനെ മാറി വരും. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് കുറച്ചൊന്ന് മൈനസ് ചെയ്യാണ്. കളറൊന്ന് ശക്കല ഒന്ന് മൈനസ് ചെയ്തിട്ട് നേരെ സാച്ചുറേഷനിൽ പോവുക. സാച്ചുറേഷനിലും ഈ ബ്ലൂ നിങ്ങൾക്ക് അവിടെ കിട്ടും, ബ്ലൂവും കിട്ടും. തൊട്ട് മുകളിൽ കിട്ടുന്ന അതും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ, എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന്. എല്ലാ കളറുകളും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലോട്ട് എങ്ങനെയാണ് മാറുന്നത് എന്നുള്ളത്. ഇതിലുള്ള എല്ലാ കളറും അങ്ങനെ തന്നെയാണ്, പർപ്പിളായാലും ഏത് കളറായാലും. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ബ്ലൂ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ വൈറ്റായി. ബ്ലൂ ഫുള്ള് കട്ട് ചെയ്തപ്പോൾ സാച്ചുറേഷൻ കട്ട് ചെയ്തപ്പോൾ വൈറ്റിലോട്ട് മാറി. അത് കണക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എങ്ങനെയാണോ വേണ്ടത് അതുപോലെ ചെയ്യാം. ഞാൻ കുറച്ച് ഇവിടെ ഒന്ന് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഇൻക്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ലൂമിനൻസിലോട്ട് പോവുക. എന്നിട്ട് ആ ബ്ലൂ നമ്മളൊന്ന് കട്ട് ചെയ്ത് നോക്കുക. വൃത്തികേടാവുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ തിരിച്ച് പോവുക കേട്ടോ. ഒരു ശകലം ഒന്ന് കട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, ഇത്രയും നമ്മളിപ്പോൾ ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ഏറ്റവും മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ബേസിക്സ് എന്നൊരു സാധനം, ബേസിക് എന്നും പറഞ്ഞിട്ടൊരു ഫോൾഡർ. ഈ ഫോൾഡറിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിൽ നമുക്ക് ഹൈലൈറ്റ് കട്ട് ചെയ്യാം, ഷാഡോസ് കൂട്ടാം, കുറയ്ക്കാം, കോൺട്രാസ്റ്റ് കൂട്ടാം, എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യാം, എന്ത് വേണോ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഹൈലൈറ്റ് കുറച്ച് കട്ട് ചെയ്ത് നോക്കുകയാണ്. കണ്ടോ ഹൈലൈറ്റ് കട്ട് ചെയ്തപ്പോൾ നമ്മൾ നേരത്തെ ആകാശം നമുക്ക് നേരത്തെ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലായിരുന്നു, ഇപ്പോൾ കുറച്ചൊരു ഡിമ്മായി വരുന്നുണ്ടോ. ഓക്കെ, അവിടെ കിടക്കട്ടെ. ഓക്കെ, ഇപ്പം അങ്ങനെയായി. ഇനി നമ്മൾ ഇവിടെ വൈറ്റ് കാണാം. വൈറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പടം മൊത്തത്തിലൊരു ഇരുട്ടിലേക്ക് പോകും. കണ്ടോ, നമുക്കിപ്പോൾ തൽക്കാലം കട്ട് ചെയ്യാനായിട്ടൊന്നുമില്ല. ഇനി ബ്ലാക്ക്, ഇതിന് കുറച്ച് പ്രസക്തിയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ബ്ലാക്ക് ഇതിൽ കട്ട് ചെയ്യും തോറും ഇതിൽ കാണുന്ന എല്ലാ ഇമേജസിലും ബ്ലാക്ക് ഷെയ്ഡുകൾ കാണും. ഈ ഷെയ്ഡ് കുറച്ചും കൂടി ഡെപ്തായിട്ട് ഇരുട്ടാവും, കുറച്ചും കൂടി ഇരുട്ട് കൂടും പല സ്ഥലത്തും. ഈ ലൈറ്റായിട്ട് കിടക്കുന്ന ബ്ലാക്ക് കുറച്ചും കൂടി നല്ല ഡാർക്കാവും. ഞാൻ കാണിച്ചു തരാം, കണ്ടോ. അപ്പം നിങ്ങൾ കുറച്ചൊന്ന് അത് ഡിഗ്രീസ് ചെയ്ത് കൊടുക്കുക, ഒരു മൈനസ് ചെയ്ത് കൊടുക്കുക. മൈനസ് ചെയ്യുമ്പോഴത്തേക്കും കണ്ടോ ഇരുട്ട് കയറി വരുന്നത് കണ്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കൊണ്ട് നിർത്താം. ഇനി കോൺട്രാസ്റ്റിൽ നിങ്ങൾക്ക് അത് കണക്ക് തന്നെ കളിക്കാൻ പറ്റും കേട്ടോ. കോൺട്രാസ്റ്റും കൂട്ടുമ്പോഴത്തേക്ക് കണ്ടോ. പക്ഷേ ഈ ബ്ലാക്കിൻ്റെ അത്രയും അല്ല ഈ കോൺട്രാസ്റ്റിൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത്. ബ്ലാക്ക് പക്കയായിട്ട് നിങ്ങൾക്ക് ആ ബ്ലാക്ക് മാത്രമായിട്ട് അവിടെ ഇങ്ങനെ കയറി വരുന്നതായിട്ട് കാണാം കേട്ടോ.
ഇങ്ങനെയാണ് ഇരുന്നത്, നമുക്കതിനെ ബ്ലാക്ക് ആയിട്ട് ഇങ്ങനെ ആക്കി. ഓക്കെ, ഇത്രയും ചെയ്തു. ഇനി നിങ്ങളുടെ ഇമേജിന് എന്തെങ്കിലും ഒരു ഭയങ്കര ലൈറ്റായിപ്പോയി അല്ലെങ്കിൽ ഒരു കാണാനൊരു സുഖമില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡിഹൈസ് എന്നൊരു ഓപ്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡെപ്ത് കയറി വരും. കണ്ടോ ആ പടത്തിനൊരു ഒരു ഒരു എന്താ പറയുക, ഒരു ഡെപ്ത് നല്ല രീതിയിൽ കാണുമ്പോൾ ഒരു ഫീല് കയറി വരും. കണ്ടോ, ഞാൻ വളരെ പച്ച മലയാളത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്, കോമഡി ആയിട്ട് തോന്നണ്ട. ഇത് അത്രയും അറിയാത്ത, ഫോട്ടോഷോപ്പിനെ പറ്റി ഒന്നും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ എന്തെങ്കിലും അറിയാമെന്നുള്ളവർക്ക് സ്വയം ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് ബോറിംഗ് ആയിട്ട് തോന്നുവാണെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്തോളാം. ഓക്കെ, ഇനി നമുക്ക് തൊട്ട് താഴെ എന്താ തന്നെ വൈബ്രൻസ് ഉണ്ട്, സാച്ചുറേഷൻ ഉണ്ട്. ഞാൻ ഈ പ്രൊണൗൺസ് ചെയ്യുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പേഴ്സണലി മെസ്സേജ് അയക്കാം കേട്ടോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറയുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുതാം. ഇനി വൈബ്രൻസ് ഉണ്ട്, സാച്ചുറേഷൻ ഉണ്ട്. ഇതിൽ ഞാൻ വൈബ്രൻസ് ആണ് എപ്പോഴും. നിങ്ങൾക്ക് സാച്ചുറേഷൻ കളർ ധാരാളം നമ്മൾ ചെയ്തു. ഇനി നിങ്ങൾക്ക് പോരാതെ തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു കളർ കൂട്ടി നോക്കാം. കണ്ടോ, പല രീതിയിലും ചെയ്തു നോക്കാം. ഈ സാച്ചുറേഷനും ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ നോക്കാം. സാച്ചുറേഷനും വൈബ്രൻസും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ സാച്ചുറേഷൻ ഇൻക്രീസ് ചെയ്ത് നോക്കിയേ, കണ്ടോ, ഒരു വല്ലാത്തൊരു കളറിലേക്ക് കയറി വരുന്നത്. ഇനി ഞാൻ വൈബ്രൻസ് എന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇത് രണ്ടുള്ള വ്യത്യാസം പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് വല്ലാതെ ഭയങ്കരമായിട്ടൊരു ഓവർ കളർ കയറി വരും. ഇത് അങ്ങനത്തെ ഒരു കളറല്ല കയറി വരുന്നത്. തൽക്കാലം ഞാനിവിടെ വൈബ്രൻസ് കുറച്ചൊന്ന് കട്ട് ചെയ്ത് നോക്കുകയാണ്. കണ്ടോ, അത്യാവശ്യം നല്ലൊരു ഫീല് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. ശകലം ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ, വൈബ്രൻസ് ശകലം ഒന്ന് കട്ട് ചെയ്തു. എന്നിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോഴത്തേക്കും ഇവിടെ കാലിബ്രേഷൻ എന്നൊരു സാധനം നിങ്ങൾക്ക് കാണാം. കാലിബ്രേഷൻ അതെടുത്തിട്ട് ഇവിടെ ഗ്രീൻ പ്രൈമറി, നമ്മൾ ഗ്രീനിലാണ് മൊത്തം വർക്ക് ചെയ്യുന്നതെന്ന് അറിയാലോ. ഗ്രീൻ പ്രൈമറി എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഈ ഹ്യൂ ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇതിൻ്റെ മാറ്റം എങ്ങനെയാണെന്നുള്ളത്. ഞാനിത് വലതോട്ട് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടി കളർ നല്ല രീതിയിൽ മാറി വന്നിട്ടുണ്ട്. ഓക്കെ, വലത്തോട്ട് ഇൻക്രീസ് ചെയ്തു, കണ്ടല്ലോ. അതിലാണ് കാലിബ്രേഷനിൽ ഗ്രീൻ പ്രൈമറിയിലാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിലെല്ലാം നിങ്ങൾക്ക് വർക്ക് ചെയ്ത് നോക്കാം കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി നോക്കുക. അപ്പം മനസ്സിലാവും എന്തൊക്കെയാണ് ചേഞ്ചസ് വരുന്നതെന്നുള്ളത്. ഓക്കെ, ഇത്രയും ചെയ്തു. ഇനി നിങ്ങൾക്ക് നമ്മൾ പ്രോ ലെവലിലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്നത് ഈ സൈഡിലെത്തി ബ്ലാക്ക് കൊണ്ടുവരാനായിട്ട് ചുറ്റും ഒരു കണക്ക് ഒരു ചെറിയ നൈസായിട്ടൊരു ബ്ലാക്ക് ഷെയ്ഡ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് ഈ ഫോട്ടോ തന്നെ എടുത്തിട്ട്, അല്ലാതെ വേറെ കുറേ പരിപാടികളുണ്ട്. അങ്ങനെയാണ് ഭയങ്കര പ്രോ ലെവലിലൊക്കെ പോകുമ്പോൾ ഇത് ചെയ്യുന്നത്. നമുക്ക് സിമ്പിളായിട്ട് അത് ഇവിടെ തന്നെ ചെയ്യാം, പക്ഷേ അതൊരു ഭയങ്കര ഒരു പ്രൊഫഷണൽ അല്ലെന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാലും ഞാൻ അത് പറഞ്ഞുതരാം. ഇവിടെ എഫക്ട്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വിഗ്നെറ്റ്, നമ്മൾ മൊബൈലിലൊക്കെ എഡിറ്റ് ചെയ്യുന്നവർക്ക് സ്ഥിരം അറിയാവുന്ന പരിപാടിയാണ് വിഗ്നെറ്റിങ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഒന്ന് കുറച്ച് കൊടുത്തേ, സൈഡ് മൊത്തം ഇങ്ങനെ കയറി വരുന്നുണ്ടോ. ഇതിപ്പോൾ ഒരു ഗ്ലാസ്സിൽ കൂടെ നോക്കുന്നൊരു എഫക്റ്റിൽ കിടക്കുകയാണ്. അതിൻ്റെ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ടൊരു ഡ്രോപ്പ് വരും. അതിൽ നിങ്ങൾക്ക് ഇവിടെ കുറേ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. കണ്ടോ, ഇത് ക്ലോസ് ചെയ്യാൻ പറ്റും. മിഡ് പോയിൻ്റ്, റൗണ്ട്നെസ്, ഇതുണ്ടോ, ഇതിൻ്റെ റൗണ്ട്നെസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇത് കുറച്ചുകൂടി ഞാൻ ഇങ്ങനെ ഒന്ന് വലുതാക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ഫെദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഈ ചുറ്റും കാണുന്ന ബ്ലാക്ക് നമ്മുടെ കണ്ണിൽ കാണാത്ത രീതിയിലാക്കാൻ പറ്റും. ഒരു ബ്ലെൻഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. ഓക്കെ, അങ്ങനെ ബ്ലെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ഇങ്ങനെ ആക്കുന്തോറും കണ്ടോ ഇത് ക്ലിയർ ആയിട്ട് വന്നാണ്ടോ. ഇനി ഇത് തിരിച്ചാക്കി കഴിഞ്ഞാൽ ഇത് ബ്ലെൻഡ് ആവും. ഫുള്ളി ബ്ലെൻഡ് ചെയ്തു, കണ്ടല്ലോ. ഇനി വിഗ്നെറ്റ് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് കൊടുക്കാം. ഒരുപാടായിപ്പോൾ വിഗ്നെറ്റ്, അത്രയും വേണ്ട നമുക്ക്. നമ്മളിനി ഞാൻ പറഞ്ഞില്ല, പ്രൊഫഷണലായിട്ട് ചെയ്യുമ്പോഴുള്ള ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചില സ്ഥലത്തൊക്കെ ബ്ലാക്ക് നമ്മൾ വെച്ചതുപോലെ തോന്നുന്നില്ലേ, നമ്മൾ പ്രൊഫഷണലായിട്ട് ചെയ്യുമ്പോൾ അങ്ങനൊരു സാധനം വരത്തില്ല. അപ്പോൾ ഇത്രയാണ് ഇതിൽ ഒന്ന് ഓടിച്ച് നോക്കാനായിട്ടുള്ളത്. പിന്നെ ഈ കർവ്സ് നിങ്ങൾക്ക് അറിയാം, ഇതിൽ റെഡ്, ഗ്രീൻ, ബ്ലൂ ഒക്കെ നിങ്ങൾക്ക് കളർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതൊക്കെ വെച്ച് നമുക്ക് ഒരുപാട് ചെയ്യാൻ പറ്റും. അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ പോകേണ്ട കാര്യമില്ല. ഇപ്പം തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. ഇതെല്ലാ സാധനങ്ങളും നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് സ്വയം ഒന്ന് വെച്ച് നോക്കുക. ഇതെല്ലാം ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രാഫ് വരച്ച് നോക്കുക. ഇതിൽ ഈ ആദ്യം കിടക്കുന്ന ഗ്രാഫ് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ വെട്ടം കൂട്ടാനും കുറയ്ക്കാനും പറ്റും. എല്ലാ കളറുകളും ഒരുമിച്ച് ലൈറ്റ് കൂടുകയും കുറയുകയും ചെയ്യും. ഓക്കെ, ഇപ്പം നമുക്കത് അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ ജസ്റ്റ് തിരിച്ചുകൊണ്ട് വയ്ക്കുകയാണ്. അത് കണക്ക് എല്ലാം ഒന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക.
ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ആഫ്റ്റർ ബിഫോർ ഒന്ന് നോക്കാം. ഇതായിരുന്നു നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട ഇമേജ് എന്ന് പറയുന്നത്. ഇതായിരുന്നു നമ്മൾ ചെയ്തെടുത്തപ്പോൾ ഇങ്ങനെയായി. ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ക്ലിക്ക് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ അപ്ലൈ ആയിട്ടുണ്ട്. കണ്ടല്ലോ, ഭയങ്കര സിമ്പിൾ പരിപാടിയല്ലേ തന്നെയല്ലോ. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ ചെയ്ത ഈ ഒരു എഡിറ്റിങ് നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാണ് സേവ് ചെയ്യാനായിട്ട് പറ്റും? അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാനിതൊന്ന് ബാക്ക് അടിക്കുകയാണ്. ഇങ്ങനെയാണ് ഇരുന്നത്. ഇനി കൺട്രോൾ ഷിഫ്റ്റ് എ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലോട്ട് പോവാം. ക്യാമറ റോ ഫിൽറ്ററിലോട്ട് പോവാം, അല്ലെങ്കിൽ ഫിൽറ്ററിൽ പോയി എടുക്കുക. ഇനി നമ്മൾ ഇപ്പോൾ തൊട്ട് മുമ്പ് ചെയ്തല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ 3 ഡോട്ട് കണ്ടോ, ഈ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് അപ്ലൈ പ്രീവിയസ് സെറ്റിങ്സ്. നമ്മൾ കുറച്ച് മുമ്പ് എന്താണോ ചെയ്തത് അതിവിടെ വരും. ഓക്കെ, അതിവിടെ വന്നല്ലോ. ഇപ്പം നമ്മൾ ചെയ്യാതെ ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആ 3 ഡോട്ട് തന്നെ ഞെക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സേവ് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. സേവ് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷനുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്ത എല്ലാ സാധനങ്ങളും അതിനൊക്കെ കിടക്കട്ടെ. ഒന്നും അൺചെക്ക് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എല്ലാം വേണം. ഇതേപോലെ എഡിറ്റിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാം. അല്ലെങ്കിൽ വിഗ്നെറ്റ് നിങ്ങൾക്ക് വേണ്ട, ചുറ്റുമുള്ള കറുപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ എഫക്റ്റ് ഉണ്ടല്ലോ, ഈ എഫക്റ്റ് അങ്ങ് ഓഫ് ചെയ്താൽ മതി. ഇപ്പോൾ എല്ലാം നമ്മൾ ചെയ്തതെല്ലാം നമുക്ക് വേണം. നമ്മൾ സേവ് കൊടുക്കുകയാണ്. സേവ് കൊടുത്തിട്ട് നമ്മളിവിടെ ഡെസ്ക് ടോപ്പിൽ നമ്മൾ പേരടിക്കാണ് ഗ്രീൻ എഫക്റ്റ് എന്ന് കൊടുത്തു. ഗ്രീൻ എഫക്റ്റ് എന്ന് പറഞ്ഞ് സേവ് ചെയ്തു. ജസ്റ്റ് സേവ് ചെയ്തു. ഓക്കെ, നമ്മൾ ഇനി ഇതങ്ങ് ക്യാൻസൽ കൊടുക്കുകയാണ്. യെസ്, ക്യാൻസൽ. ഇനി നമുക്കിതെങ്ങനെ എളുപ്പം ചെയ്യാമെന്ന് നിങ്ങൾക്ക് പിന്നെ അറിയാലോ. ഇനി ഒന്നുമില്ല, ക്യാമറ റോ ഫിൽറ്റർ ഓപ്പൺ ചെയ്യുക. കൺട്രോൾ ഷിഫ്റ്റ് എ അടിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ ആവും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ലോഡ് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കണ്ടോ? ഈ ലോഡ് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണോ നിങ്ങൾ സേവ് ചെയ്തത് അവിടെ പോകുമ്പോൾ ഇത് കാണാൻ പറ്റും, ഗ്രീൻ എഫക്റ്റ്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് വെയിറ്റ്. ടടാ, കണ്ടോ? ഇനി ഓക്കെ കൊടുക്കുക. ഇത്രയാണ് നമ്മൾ ചെയ്തത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയയ്ക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.